ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒന്നും അല്ല, ഇപ്പൊ ഏകദേശം ഒരു 8 മണി ആവാനായി. നമ്മള് ഇപ്പൊ എണീറ്റില്ല, എണീറ്റിട്ട് ഒത്തിരി നേരമായി. അപ്പം ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇന്ന് എന്താന്ന് വെച്ചാൽ ഇവൻ ഓഫീസിൽ പോണം, എനിക്കൊരു പണിയുമില്ല. അതാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് ഇവിടെ വൈഷു ഇവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കുളിക്കാനോ ജപിക്കാനോ എന്തിനും പോയിട്ടുണ്ട്. രാവിലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വരുമ്പോ നോക്കാം. ഗൈസ്, നിങ്ങൾ ഇങ്ങനെ എന്നെ നോക്കല്ലേ, എനക്ക് എന്തോ പോലെയാവും. ഇന്നലെ ഒരു തെറ്റ് പറ്റിപ്പോയി. ഒന്നും തെല്ലാന്നോ തെറ്റ് പറ്റണമെന്നില്ല. അതുകൊണ്ട് തൽക്കാലം പുട്ടിനെ വറുത്തനെയാണിതാ പുട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന്. എല്ലാരെ കൊണ്ടും അത് പറ്റൂല, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. നീ എന്ത് ചിരിക്കുന്നേ? ചിരിക്കുന്നു ആറി. നീ ഒറ്റയെടുത്തി കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. ഞാൻ തോന്നി ഇവളിങ്ങനെ മോട്ടിവേഷൻ തന്ന എനിക്ക് മന്തി കഴിക്കാനും ഷവായ കഴിക്കാനും എല്ലാം. നീ തന്നെയല്ലേ പറയാ രാത്രിയാകുമ്പോ വിശക്കുന്ന ഇങ്ങനെയാണ് ഞാൻ തിന്നു തുടങ്ങിയത്. അല്ലാണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമല്ല. ഞാൻ വരുന്നതിന് മുമ്പ് നീ ഡെയിലി രാത്രി തന്നിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇന്നലെ വെറുതെ കിടന്നത് പറ്റുന്നു. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാല് എനിക്ക് രാത്രിയായിട്ട് ഈ തലവേദന വിട്ടു പോകുന്നില്ല. അതെന്തുകൊണ്ടാന്നുള്ളത് അറിഞ്ഞൂടാ അല്ലേ. അവസാനം ദേവുവിനെല്ലാം പേടിയായിപ്പോയി. അപ്പാണ് ഞാൻ ക്വിറ്റ് ചെയ്ത്. എന്താ നീ വേണ്ടത് എന്താന്ന് വെച്ചാല് വീക്കിലി ഒരു ദിവസം ഫാസ്റ്റ്. അന്ന് ഒന്നുമില്ല, വെറും വെള്ളം മാത്രം കഴിക്കും. ഇവിടെ ഒരു നേരം കഴിക്കായിട്ട് തന്നെ പറ്റുന്നില്ല. അന്നേരം എനിക്ക് വെള്ളം കൂടി കുടിക്കാണ്ട് ഡയറ്റ് എടുക്കുക നടക്കൂല. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് എനിക്കൊരു ഉദ്ഘാടനമുണ്ട്. ഇന്നൊരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് ഉദ്ഘാടിച്ചിട്ട് വരണം. പറഞ്ഞ എനിക്കല്ല ഉദ്ഘാടനം, കമ്പനിയിലെ പുതിയൊരു ബ്രാഞ്ചിന് ഇനാഗുറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി വൈകിട്ടാണ് ഇറങ്ങാറുള്ളത്. പക്ഷെ ഇപ്പം നേരത്തെ പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. കാരണം എൻ്റെ മാനേജറുണ്ട്, പുള്ളിക്കാരൻ അവിടെ കാത്തു നിൽക്കും. മൂപ്പരുടെ വണ്ടിയിൽ കയറിയിട്ട് വേണം പോവാൻ. അപ്പം നമ്മൾ എടുപിടീന്ന് പറഞ്ഞ് ഓടിയിട്ടില്ലെങ്കിൽ നമുക്ക് വണ്ടി മിസ്സായി പോവും. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ദൂരമുണ്ട്. ഇരുവലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് എനിക്ക് തോന്നുന്ന ദേവു, നീ മാടായിപ്പാറ കണ്ടിരാ? അവിടെ പോയിനാ? ഇവിടെ പോയിട്ടുണ്ടാവില്ല. മാടായിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞ കണ്ണൂരിൽ ഫേമസ് ആയിട്ട്. അവിടെ നീലക്കുറിഞ്ഞി ഒന്നുമില്ല. നീലക്കുറിഞ്ഞി അല്ലേ അത്? പിന്നെ ആ മാടായിപ്പാറയിൽ എന്തുണ്ടായ? മാടായിപ്പാറയിലല്ല, നീലക്കുറിഞ്ഞി അങ്ങ് എവിടെയാ? എവിടാ? ഇടുക്കി ആ ഭാഗത്താറ്റ സ്ഥലത്താണ്. അതൊന്നല്ല, എന്തോ ഒരു നീല കളറുള്ള പൂവെല്ലാം വിരിയുന്ന ഒരു സ്ഥലമുണ്ട്. അത് കാക്കപ്പൂവായിരിക്കും. കാക്കപ്പൂവല്ല, അച്ഛനും പറയുന്നില്ല. ഏതാണെങ്കിലും ആ മാടായിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ ഉണ്ട്, നമ്മുടെ ഇനാഗുറേഷൻ വരുന്നത്. അവിടെ വരെ എത്തണം. അവിടെ നിന്ന് നേരെ മാടായിപ്പാറ പോലും നടക്കൂല. കാരണം വർക്ക് ഉണ്ടല്ലോ, വർക്ക് കഴിയാണ്ട് ഒരു പരിപാടി നടക്കൂല. അതിനിടയിൽ തന്നെ ബ്രാഞ്ച് വിസിറ്റും കൂടി നമുക്കുണ്ട്. ദേവുവിന് ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ ദേവു പ്രേക്ഷകരോട് പറയും? എല്ലാവർക്കും വന്നതാണ്. മറ്റേ കടൽ തിരമാലയ്ക്ക് എന്തോ ഒരു സംഭവം നേരെ വായിച്ചില്ല. അതായത് തീരദേശ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം, കടൽക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ആയിരിക്കും നീ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് പ്രശ്നം വരുമല്ലോ. കള്ളക്കടൽ എന്താ ഉദ്ദേശിക്കുന്നത്? കള്ളക്കടൽ എന്ന് പറഞ്ഞാൽ കടല് എന്താ ചെയ്യാന്നുള്ളത് പറയാൻ പറ്റില്ല. എന്താ കടൽ എന്നാ ചെയ്യേണ്ടത്? കടല് തിരമാല വരുക, അടിക്കുക, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാരും ഈ മഴക്കാലം ഇതെല്ലാം ആവുന്ന സമയത്ത് കടലിലെ പ്രദേശങ്ങളിലെല്ലാം ഇറങ്ങുന്നതെല്ലാം സൂക്ഷിച്ചും കണ്ടെല്ലാം ചെയ്യാം. നീന്താനും ഇറങ്ങിക്കൂടല്ലേ. നിങ്ങൾക്ക് അത്രയും നീന്തണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിലെങ്ങാനും നീന്തിക്കോട്ടെ അല്ലേ. അതാവുമ്പോ പ്രശ്നമില്ല, തിരമാലയൊന്നും വരില്ല. തിരമാല പറ്റിയേ കൂടുന്നുണ്ടെങ്കിൽ നമ്മള് കണ്ണൂരുള്ളവരാണെങ്കിൽ വിസ്മയ പാർക്കോ അല്ലെങ്കിൽ വണ്ടർലായോ ഇങ്ങനത്തെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങൾ പോക്കോ. അല്ലാണ്ട് വെറുതെ കടലിൽ ചാടിയിട്ട് നിങ്ങളെ ലൈഫ് റിസ്ക് എടുക്കണ്ട. പക്ഷെ കടലിൽ നീന്താൻ വേറെ പ്രാക്ടീസ് വേണം. കടലിലെന്താ പ്രാക്ടീസ് വേണ്ടത്? ഓടി വ്ളോഗ് കണ്ടപ്പോഴത്തേക്കും ശങ്കരമാമൻ ഓടി എന്തോ കാര്യമായിട്ട് പറയാൻ വന്നതാണ്. ക്യാമറ ഓണാക്കി കണ്ടില്ല, ഓടിക്കളഞ്ഞു. ഞാൻ എന്തായാലും എന്തെല്ലാം തിന്ന് കഴിഞ്ഞിട്ട് വരാം. നല്ല തിരക്കിലാട്ടോ. തിരക്കിലാണെങ്കിലും ഔട്ട്ഫിറ്റ് കാണിക്കാൻ ഞാൻ മറക്കൂല. ഇതാണ് ഉൾഗടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ഔട്ട്ഫിറ്റ്. തെരഞ്ഞെടുത്ത് തന്നത് എന്റെ സ്വന്തം ഭാര്യക്ക്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പൊ എന്റെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് എന്റെ ഇപ്പോഴത്തെ സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്റെ വൈഫാണ്. മൈ വൈഫ് ഈസ് മൈ എനർജി. ബ്ലെൻഡിങ് ഡ്രസ്. ഞാൻ പൊതുവെ മറ്റേ ലൊട്ട പോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടേ പോവില്ല.
പക്ഷെ എന്നാലും എന്നെ ഒരുക്കി കുട്ടപ്പനാക്കി കൊണ്ടുപോകുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ സ്വന്തം ദേവമ്മയാണ്. അപ്പൊ ദേവമ്മ, ഞാൻ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിലെല്ലാം പോയിട്ടെല്ലാം വരാം. അപ്പോൾ നമുക്ക് കാണാം. ഗൈസ്, പിന്നെ മഴയും വന്നിട്ടുണ്ട്. മഴ വന്നതോടുകൂടി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് വിചാരിക്കുന്നത്. എനിക്ക് എന്തായാലും ലേറ്റ് ആക്കാൻ പറ്റൂല. മുതലാളി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വേഗം തന്നെ ഇറങ്ങട്ടെ കേട്ടോ, അല്ലെങ്കിൽ പണി മാറും. ഗൈസ്, ഞാനിങ്ങനെ എത്തി കേട്ടോ, പക്ഷെ ഇവിടെ ഭയങ്കര ലേറ്റ് ആയിപ്പോയി. മുതലാളി അവിടെ കാത്തു വയ്ക്കുന്നുണ്ട്. ഞാനെന്താ വേഗം പോട്ടെ. ഞാനിങ്ങനെ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് വേർഡ്സും കാര്യങ്ങളിലും പെൻഡിങ് ഉണ്ട്. എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വേഗം ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നിങ്ങളെ കാണാൻ വരാം. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യേണ്ട ആൾ എനിക്ക് എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞപാടും നമ്മുടെ പരിപാടി സ്റ്റാർട്ടാവും. ഗൈസ്, അപ്പൊ ഇനാഗുറേഷനിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ബ്രാഞ്ചസും കൂടി ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓഫീസിൽ പോയി കുറച്ച് വേർഡ്സും കൂടി കഴിഞ്ഞിട്ട് വേണം നേരെ വീട്ടിലേക്ക് പോകാൻ. ദേവ് അവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, അവൾ വിളിച്ചപ്പോൾ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് KTDC വരെയാണ് വന്നത്. നമുക്ക് ചോറുണ്ട്, പിന്നെ ഞാനൊരു ഫിഷ് മീൽസ് ആണ് പറഞ്ഞത്. കഴിച്ചിട്ട് വരാം. ഗൈസ്, അങ്ങനെ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മളിനി തിരിച്ച് വീണ്ടും അടുത്ത വിസിറ്റിലേക്ക് പോകാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളെ വീട്ടിൽ പോയിട്ട് കാണാം. ഇവിടുത്തെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. കണ്ടില്ലേ, ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലമാണ്. അതായത് ഇത്രയും തിരക്ക് പിടിച്ച ഹൈവേ, ഇത്രയും അടിപൊളി നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നതാണ് ഈ KTDC. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള KTDC എങ്ങനെയാണെന്നുള്ളതും കൂടി കമന്റ് ചെയ്യും. വല്ലപ്പോഴും മാത്രം കാണുന്ന ചില കാഴ്ചകളൊക്കെ ഞാൻ ഇന്ന് കണ്ട് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപാടും കാണുന്നത് എന്താണെന്നറിയോ? വല്ലപ്പോഴും തൂക്കുന്നു. ഇത് ഇനിയിപ്പോ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കാണിക്കാൻ വേണ്ടി തൂക്കുന്നതാണോ എന്നുള്ളതും കൂടി ഡൗട്ട് ഉണ്ട്. അതല്ല ഗൈസ്, എല്ലാം കണ്ടില്ലേ, കംപ്ലീറ്റ് മുറ്റം അടിച്ചു വാരി ക്ലീൻ ആക്കി. എന്തിനാന്ന് ഇങ്ങനെ ചെയ്യുന്ന? എന്തിനാന്ന് ഇങ്ങനെ ജോലിയൊന്നും എടുക്കല്ലേ? ഇതിങ്ങനെ ജോലിയൊന്നും എടുക്കല്ലേ? നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ മറ്റേ 13K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ അല്ലേ നിങ്ങള്? ഇപ്പൊ എന്ത് ഇങ്ങനത്തെ പണികളെടുക്കും നിങ്ങള്? ഇതാണ് ഗൈസ് അൺഫിൽറ്റേർഡ് ദേവിക. ഇതാ കണ്ടോളൂ. ചൂലും ഇതെന്നാ പറയാ, ത്വരപ്പയാ എന്നാ ഇവിടെ അടിച്ചു വാരി അല്ലെ? ഇവിടെ കാട്ടൻ വാരി. നിന്റെ എവിടെ വരുന്ന ചവറ് വാരി. എന്തെല്ലാം അവസ്ഥകളാണ് ഗൈസ്. ഇതിപ്പോ ഇന്നത്തെ ഉദ്ഘാടനം നല്ല അടിച്ചു പൊടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രശസ്തമായ ആൾക്കാരെല്ലാം വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് നമ്മളെ റീജിയണൽ വൈസുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാവുക. ആ ക്ലിപ്സ് ഒന്നും ഞാൻ അധികം കാണിച്ചിട്ടില്ല. കാരണം വർക്ക് ടൈം ആയതുകൊണ്ട് വർക്കിലേക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി ദേവിക എസ് നായർ, എവിടെയാണ് ഇനി നമ്മൾ പോവേണ്ടത്? എവിടാ? ഓണച്ചന്തൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ശനിയും ഞായറും മാത്രമേ വരൂ. അമ്മക്ക് എന്തെന്നറിയാം? നിങ്ങൾ എന്നെ കണ്ടല്ലേ അന്ന് കഴിഞ്ഞ ഏതോ ഒരു തവണ നമ്മൾ പോയിട്ട് ഇങ്ങനത്തെ ഒരു പുണ്ണാക്കൂല്ലാടാ. അത് കാണാത്തവര് വേണേൽ ഷോർട്സ് കണ്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അവസ്ഥ എന്നുള്ളത്. ഗൈസ്, നമ്മളെ തലശ്ശേരിയിൽ അങ്ങനെ ഓണത്തിന്റെ സ്റ്റാളുകളും കാര്യങ്ങളൊന്നും വരേണ്ട ടൈം ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഓണം അടുപ്പിച്ചിട്ടുള്ള ഒരു 4 ദിവസം മുന്നേ മാത്രമേ വരൂ. എന്തിന്? പൂ പോലും ഇല്ല. പൂക്കട, സാധാരണയുള്ള പൂക്കടയുണ്ട്, അല്ലാണ്ട് നമ്മൾ ഈ ജമന്തി, മല്ലി, മറ്റേതെന്ന് പറഞ്ഞിട്ടുള്ള പൂക്കളൊന്നും ഇല്ല എവിടെയും. അപ്പൊ എന്താണെന്ന് അറിയില്ല, ആൾക്കാർക്കെല്ലാം ഇൻട്രസ്റ്റ് പോയത്, അല്ലെങ്കിൽ ആൾക്കാരൊന്നും ആഘോഷിക്കുന്നില്ല. എന്താ അവസ്ഥ എന്നല്ല അറിയില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള റഷ് ആയിരിക്കും. നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. ഇത്തവണ വണ്ടി എടുത്തിട്ട് നമ്മൾ പാർക്ക് ചെയ്ത് അങ്ങനെ പോകരുത്. നെക്സ്റ്റ് ഇപ്പൊ അടുത്ത് വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഓണച്ചന്ത എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കാം. പക്ഷെ എന്നാലും വണ്ടി എടുക്കാൻ പറ്റൂല. അതിന് എന്തായാലും പ്രോമിസ് തരാം. കാരണം നമ്മളെ പുതിയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡിലേക്കെല്ലാം പോകുന്ന സമയത്ത് വണ്ടി ഏതെങ്കിലും ഒരു മൂലക്ക് പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം കംപ്ലീറ്റ് തെരുവുകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെങ്കിലും വിലക്കുറവിലും ഡിസ്കൗണ്ട് പ്രതീക്ഷയായിരിക്കും എല്ലാവരും പോകുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും നമ്മുടെ അത് പ്രതീക്ഷയാണല്ലോ പോവുക. അപ്പൊ ആ സമയത്താവുമ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോണ്ടേ? നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെറിയൊരു സ്ഥലം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചില ഇൻസ്റ്റയിലും റീൽസിലും മാത്രം കണ്ടൊരു സ്ഥലമാണ്. ജസ്റ്റ് അവിടെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് എന്തൊക്കെ അവിടെ കിട്ടുന്നുള്ള കാര്യങ്ങളൊന്നും നോക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്നലെ സ്വാഭാവികമായിട്ട് എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇനിയുള്ള അങ്ങനത്തെ മണ്ടത്തരം ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഭക്ഷണം ഞാൻ നാച്ചുറലി കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ വർക്കൗട്ടിൽ അത്യാവശ്യം കോൺസെൻട്രേഷൻ ചെയ്യുകയും പിന്നെ നമ്മളെ ഷുഗർ കട്ട് എന്ന് പറഞ്ഞ സാധനം കൂടി ഞാനത് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ എന്തായാലും നല്ല മഴക്കോള് വരുന്നുണ്ട്. അപ്പൊ ആ മഴയെല്ലാം പെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ കുളിക്കണം. ഞാൻ പിന്നെ രാവിലെ കുളിച്ചുകൊണ്ട് കുടിയില്ല. വന്നതിന് ശേഷം എന്തെങ്കിലും
മേലും കയ്യും എല്ലാം കഴുകുന്നുണ്ടെങ്കിൽ കഴിയുന്നതായി. ചിലപ്പോൾ അതും ഉണ്ടാവില്ല. വട്ടവർ നമ്മൾ എന്തായാലും നേരെ അവിടെ പോകേണ്ട ഒരുക്കങ്ങളിലേക്ക് പോട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.